അതോടൊപ്പം ഉണ്ണി ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി CPI രംഗത്തെത്തിയിരിക്കുകയാണ്. അണികളെ പഠിപ്പിക്കുന്ന മൂല്യം പാലിക്കാൻ ആരെക്കാളും ബാധ്യത നേതാക്കൾക്കുണ്ട് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കമ്പോള താല്പര്യങ്ങൾ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഇടതുപക്ഷം കമ്പോള താല്പര്യത്തിൻ്റെ പക്ഷമല്ല. ഇത്തരം താല്പര്യങ്ങളിൽ ഇടതുപക്ഷക്കാർ പെടരുത്. ഏതെങ്കിലും വ്യക്തികൾക്ക് പാളിച്ച പറ്റിയാൽ വ്യക്തികളുടെ മാത്രം വീഴ്ചയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഈ സമൂഹത്തിൽ പണത്തിൻ്റെ, പ്രതാപത്തിൻ്റെ, കമ്പോള താല്പര്യങ്ങളുടെ, നറുകേടിൻ്റെ എല്ലാം ശക്തികൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് സ്വാഭാവിക ബന്ധുക്കളാണ് വലതുപക്ഷം. പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ആകാൻ പാടില്ല. അണികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്തരം മൂല്യങ്ങളെപ്പറ്റി അത് പാലിക്കാനും പ്രാവർത്തികമാക്കാനും പാഠങ്ങൾ പകർന്നു കൊടുക്കാനും ആരേക്കാളും കടമയുണ്ട് നേതാക്കന്മാർ. ഏതെങ്കിലും വ്യക്തികൾക്ക് പാളിച്ച പറ്റിയാൽ ആ പാളിച്ച വ്യക്തികളുടെ പാളിച്ചയാണ്, പ്രസ്ഥാനത്തിൻ്റെ പാളിച്ചയല്ല. സിനോജ് തോമസ് വിശദാംശങ്ങളുമായി. സിനോജ്, ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഗ്രത കുറവ് എന്നുള്ളത് മുന്നറിയിപ്പാണ് എന്ന് MV ഗോവിന്ദൻ. ഇപ്പോൾ അണികളെ പഠിപ്പിക്കുന്ന മൂല്യം പാലിക്കാൻ ആരെക്കാളും ബാധ്യത നേതാക്കൾക്കുണ്ട് എന്ന് ബിനോയ് വിശ്വവും, ഒപ്പം തന്നെ കമ്പോള താല്പര്യങ്ങൾ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന നിരീക്ഷണവും. ഇതൊരു വിമർശനം, അതായത് ഇ പി ജയരാജനെതിരായ LDF കൺവീനർക്കെതിരായ വിമർശനമായി തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് രാവിലെ ബിനോയ് വിശ്വം വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ സമയത്ത് നമ്മൾ ഇതേ വിഷയത്തിൽ പ്രതികരണം തേടിയിരുന്നു. ആ സമയത്ത് ഇ പി ജയരാജൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങൾ വന്നിരുന്നു. അത് മുൻനിർത്തിയാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. ആ സമയത്ത് ബിനോയ് വിശ്വം പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ വിഷയം, അതുകൊണ്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അല്പസമയം മുൻപാണ് ബിനോയ് വിശ്വം ഇങ്ങോട്ട് പറയുകയായിരുന്നു, മാധ്യമങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയാണ് ഈ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇ പിയുടെ കൂടിക്കാഴ്ച ഒഴിവാക്കണമെന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനൊക്കെ തന്നെ പറഞ്ഞത് ശരിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇ പിയെ തള്ളിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും വ്യക്തിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രസ്ഥാനത്തിൻ്റെ വീഴ്ചയല്ല, അത് വ്യക്തിയുടെ മാത്രം വീഴ്ചയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ഈ വാണിജ്യ കമ്പോളം ഈ ഇടതുപക്ഷത്തെ മാത്രമല്ല വലതുപക്ഷത്തെയാണ് കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. ഇടതുപക്ഷ താല്പര്യമല്ല ഈ കമ്പോള താല്പര്യമെന്ന് പറയുന്നത്. കൂടുതൽ ആളുകൾ ഈ വാണിജ്യ ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നേതാക്കളാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ആ ജാഗ്രത കുറവ് ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി പറയേണ്ട കാര്യം മാത്രമേ ഇ പി ജയരാജനോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി CPI സംസ്ഥാന സെക്രട്ടറി ശരിവെക്കുകയാണ്. ഇ പി ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു വിവാദമുണ്ടായത് തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും താൻ പ്രതികരിക്കുന്നില്ല, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതാണ് പാർട്ടിയുടെ നിലപാട്. ഇ പി കൂടിക്കാഴ്ച നടത്തിയത് ശരിയായിട്ടില്ല, കൂടുതൽ ജാഗ്രത പാലിക്കണമായിരുന്നു. അണികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ നേതാവാണ് ഈ ആശയങ്ങൾ കൂടുതലായി ജീവിതത്തിൽ പാലിക്കാൻ നോക്കേണ്ടത്. ഇത്തരം വീഴ്ചകൾ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇ പിയെ പരസ്യമായി തള്ളിപ്പറയുന്ന സാഹചര്യമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ചിരിക്കുന്നത്. നികേഷ് കുമാർ. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണവും രൂക്ഷം തന്നെയാണ്. സാധാരണഗതിയിൽ